പരിശുദ്ധനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. 1 കൊരിന്തോസ് 15-ാം അധ്യായം 57-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി. ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കുരിശ് രക്ഷയുടെ അടയാളമാണ്. അത് നമുക്ക് വിജയം നൽകുന്നതാണ്. യേശു ക്രിസ്തു നമുക്ക് വിജയം നൽകും. വിശുദ്ധ കുരിശ് വരച്ച് നാം നമ്മുടെ ഓരോ ദിനവും തുടങ്ങുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിപൂർണമായ സംരക്ഷണം നമുക്ക് ലഭിക്കും. കാരണം കുരിശാകുന്ന ബലിപീഠത്തിൽ ജീവനുള്ള യേശുവിന്റെ രക്തം തളിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് യേശുവിന്റെ രക്തം നമുക്ക് വിജയം നൽകുന്നു. കൊളോസ്സോസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-ഉം 15-ഉം തിരുവചനം വ്യക്തമാക്കുന്നു: നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായിച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളനാപാത്രമാക്കി. സ്നേഹമുള്ളവരെ, ആരെല്ലാം യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവോ അവർക്ക് വേണ്ടി ഈ ദൈവം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. യേശു ക്രിസ്തുവാകുന്ന പാറയിൽ ഉറച്ചു നിൽക്കുക. വിശ്വാസത്തോടെ ഉറച്ചു നിൽക്കുക. വിശുദ്ധിയോടെ ഉറച്ചു നിൽക്കണം. അപ്പോൾ വിജയം നമ്മുടെ ദൈവം നമുക്ക് നൽകും. കർത്താവായ യേശുവിന്റെ പരിശുദ്ധ രക്തത്താലും നാമത്താലും അവിടുത്തെ വചനത്താലും ഇന്ന് നമുക്ക് വിജയം നൽകുവാൻ വിശ്വാസത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ കടന്നു ചെല്ലാം. നമുക്ക് കർത്താവിന്റെ കുരിശടയാളത്താൽ രക്ഷ പ്രാപിക്കാം. അവിടുത്തെ നാമത്തെ വിളിച്ചപേക്ഷിക്കാം. കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സാക്ഷ്യത്തിന്റെ വചനത്താലും വിജയം നേടിയിടും. നമ്മൾ വിജയം നേടിയിടും. ഹല്ലേലൂയ. അന്ത്യം വരെയും പൊരുതിയിടാൻ ജീവൻ ബലിയായി നൽകിയിടാൻ ബലം പകർന്നിടും. നമ്മിൽ ശക്തി പകർന്നിടും. നമ്മുടെ ദൈവത്തിന്റെ രക്ഷ പുത്രൻ നൽകും അധികാരം. വിശുദ്ധ കുരിശിൻ തണലും നമുക്ക് കൂട്ടായുണ്ടല്ലോ. ആമേൻ. നമ്മുടെ ദൈവത്തിന്റെ രക്ഷ പുത്രൻ നൽകും അധികാരം. വിശുദ്ധ കുരിശിൻ തണലും നമുക്ക് കൂട്ടായുണ്ടല്ലോ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലേ ശത്രുവിൽ നിന്നും കാത്തുരക്ഷിക്കാം. ആമേൻ, ആമേൻ. കുരിശിന്റെ അടയാളത്താലേ ശത്രുവിൽ നിന്നും കാത്തുരക്ഷിക്കാം. ഓ യേശുവേ, തമ്പുരാനേ, തമ്പുരാനേ, ഓ യേശു തമ്പുരാനേ, 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 തമ്പുരാനേ. ഇന്ന് പരിശുദ്ധ മാതാവിന്റെയും വിശുദ്ധരുടെയും മധ്യസ്ഥം നമുക്ക് യാചിക്കും. നമ്മുടെ കർത്താവിനോട് നമ്മുടെ സകല പ്രാർത്ഥനകളും സമർപ്പിക്കും. അവിടുത്തെ സംരക്ഷണം നമുക്ക് ഏറ്റെടുക്കാം. മാതാവിന്റെ മധ്യസ്ഥം ശുദ്ധഗണത്തിൻ പ്രാർത്ഥനയും നമ്മോടൊത്തുണ്ട്, എന്നും നമ്മോടൊത്തുണ്ട്. അതിനാൽ നമ്മൾ പതറില്ല, ധൈര്യം തെല്ലും ചോരില്ല. ശക്തി ധരിച്ചിടും, നമ്മൾ ശക്തി ധരിച്ചിടും. ഹല്ലേലൂയ. സാത്താൻ കെട്ടും കോട്ടകളും അവന്റെ എല്ലാ ചെയ്തികളും എന്നേക്കും നമ്മെ വിട്ട് ദൂരെ പോകട്ടെ. യേശുവിൻ നാമത്തിൽ കെട്ടും കോട്ടകളും അവന്റെ എല്ലാ ചെയ്തികളും എന്നേക്കും നമ്മെ വിട്ട് ദൂരെ പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ കുഞ്ഞാടിന്റെ രക്തത്താലും വചനത്താലും നമുക്ക് ഇന്ന് വിജയം നേടാം. യേശുവിന്റെ സന്നിധിയിൽ നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവ് ഇന്നും ജീവിക്കുന്നു.
കർത്താവിന്റെ വചനത്താലും കാൽവരി ബലിയുടെ യോഗ്യതയാലും തിന്മ ഭയന്നോടും സാത്താൻ ഞെട്ടിവിറച്ചിടും. കൂദാശകളുടെ യോഗ്യതയും ദൈവസ്തുതിയുടെ ശക്തിയതും ഉന്നതമാണല്ലോ, ഏറ്റവും ഉന്നതമാണല്ലോ. തിരുവചനത്തിൻ സാന്ത്വനവും തിരുസഭ തങ്ങളുടെ പാലനവും തിരുഹൃദയത്തിൻ മറയും നമ്മെ പൊതിഞ്ഞു നിൽക്കുന്നു. തിരുവചനത്തിൻ സാന്ത്വനവും തിരുസഭ തങ്ങളുടെ പാലനവും തിരുഹൃദയത്തിൻ മറയും നമ്മെ പൊതിഞ്ഞു നിൽക്കുന്നു. കുരിശിന്റെ അടയാളത്താലേ ശത്രുവിൽ നിന്നും കാത്തുരക്ഷിക്കാൻ. ആമേൻ ആമേൻ. കുരിശിന്റെ അടയാളം ഓ യേശുവേ, ശത്രുവിൽ നിന്നും കാത്തുരക്ഷിക്കാൻ. ഓ യേശു തമ്പുരാനെ, അങ്ങേ ഞങ്ങൾ വിളിച്ചപേക്ഷിക്കും, ഞങ്ങളെ സംരക്ഷിക്കണം. ഇന്ന് കർത്താവായ യേശുവിന്റെ നാമത്താലും അവിടുത്തെ പരിശുദ്ധ രക്തത്താലും നൽകുന്ന രക്ഷയും അനുഗ്രഹവും സംരക്ഷണവും സമാധാനവും ഇന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്ന സകല മക്കളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.